ആൻഡ് ഇന്ന് നമുക്കൊരു മോഷൻ ട്രാക്കിംഗ് സോഫ്റ്റ്വെയർ പരിചയപ്പെടാം, മോക്ക. ആൻഡ് മോക്ക ആക്ച്വലി ഒരു പ്ലാനർ മോഷൻ ട്രാക്കിംഗ് സോഫ്റ്റ്വെയർ ആണ്. വെരി പവർഫുൾ ആൻഡ് വെരി എഫിഷ്യൻറ്റ് സോഫ്റ്റ്വെയർ. ആൻഡ് വൺസ് നിങ്ങൾ മോക്ക യൂസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റ് മോഷൻ ട്രാക്കിംഗ് ഒന്നും യൂസ് ചെയ്യത്തില്ല, ബിക്കോസ് അത്രയ്ക്ക് ഈസിയാണ് നമുക്ക് മോക്ക യൂസ് ചെയ്ത് ട്രാക്ക് ചെയ്യാൻ. ആൻഡ് ഈ സോഫ്റ്റ്വെയർ നമുക്ക് റോട്ടോസ്കോപ്പിംഗ്, ഒബ്ജക്ട് റിമൂവൽ, ഇമേജ് സ്റ്റെബിലൈസേഷൻ ആൻഡ് പവർ മെഷ്, ഓർഗാനിക് വാപ്പ് ട്രാക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം. ഓൾസോ നമുക്ക് മോക്ക പ്രോ ആൻഡ് മോക്ക AE അവൈലബിൾ ആണ്. മോക്ക AE ആണ് നമ്മൾ ആഫ്റ്റർ എഫക്ട്സ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ബിൽറ്റ് ഇൻ ആയിട്ട് വരുന്നത്. മോക്ക പ്രോ ഇതിന്റെ ഒരു പ്രോ വേർഷൻ ആണ്. കൂടുതലും ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം മോക്ക പ്രോയിൽ വരുന്നുണ്ട്. ആൻഡ് ഈ വീഡിയോയിൽ നമ്മൾ മോക്ക AE കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. മോക്ക AE യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ട്രാക്ക് ചെയ്യാം, ആൻഡ് ആ ട്രാക്കിംഗ് ഡേറ്റ എങ്ങനെ നമുക്ക് ആഫ്റ്റർ എഫക്ട്സിലേക്ക് കൊണ്ടുവരാം, ഈ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആൻഡ് നിങ്ങൾക്ക് മോക്കയുടെ കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി, നമുക്ക് മുമ്പോട്ട് ചെയ്യാം. ആൻഡ് ഞാൻ ഇവിടെ ആഫ്റ്റർ എഫക്ട്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ഒരു വീഡിയോ ഡ്രാഗ് ചെയ്ത് ടൈം ലൈനിൽ കൊണ്ടിട്ടിട്ടുണ്ട്. ആൻഡ് നമ്മൾ വീഡിയോയിൽ എന്തെങ്കിലും മോഷൻ ട്രാക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ആഫ്റ്റർ എഫക്ട്സിലെ ബിൽറ്റ് ഇൻ ട്രാക്കർ ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ ട്രാക്കർ വിൻഡോ ഓപ്പൺ ചെയ്യുവാണ്. നമുക്ക് ഇവിടെ മോഷൻ ട്രാക്കിംഗ് ആണ്. ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ നമുക്ക് 2 പോയിന്റ്സ് കിട്ടും. ഈ പോയിന്റ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രാക്ക് ചെയ്യുന്നത്. ആൻഡ് ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിന്റെ കാർഡ് ഞാൻ കൊടുത്തേക്കാം. പ്ലീസ് വാച്ച് ദാറ്റ് വീഡിയോ, ബിക്കോസ് ട്രാക്കിങ്ങിന്റെ കുറെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ആൻഡ് ആഫ്റ്റർ എഫക്ട്സിലെ ബിൽറ്റ് ഇൻ ആയിട്ടുള്ള മോഷൻ ട്രാക്കർ യൂസ് ചെയ്ത് നമുക്ക് അത്യാവശ്യം നല്ല ട്രാക്കിംഗ് കിട്ടും. ബട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വീഡിയോയിൽ മോഷൻ ബ്ലർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പെർസ്പെക്റ്റീവ് ചേഞ്ച് ആകുന്നുണ്ടെങ്കിൽ, ഓർ നമ്മൾ ട്രാക്ക് ചെയ്യുന്ന പോയിന്റ്സിന്റെ മുകളിൽ കൂടെ വേറെ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് പാസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ട്രാക്കിംഗ് എല്ലാം തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് ഈ പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് മോക്ക യൂസ് ചെയ്ത് ഈസി ആയിട്ട് ട്രാക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഓൾസോ മോക്ക ഒരു പ്ലാനർ ട്രാക്കർ ആണ്. ദാറ്റ് മീൻസ് നമ്മൾ ഒരു ഏരിയ ആണ് ട്രാക്ക് ചെയ്തെടുക്കുന്നത്. ആൻഡ് ആഫ്റ്റർ എഫക്ട്സിലെ ട്രാക്കർ ഒരു പോയിന്റ് ട്രാക്കർ ആണ്. ദാറ്റ് മീൻസ് നമ്മൾ 2 പോയിന്റ്സ് യൂസ് ചെയ്തിട്ടാണ് ട്രാക്ക് ചെയ്തെടുക്കുന്നത്. സോ നമ്മൾ മോക്ക യൂസ് ചെയ്ത് ട്രാക്ക് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. സോ നിങ്ങൾക്ക് മോക്കയെ കുറിച്ച് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് വീഡിയോയിലേക്ക് മോക്ക AE ഇഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. സോ ഞാൻ എഫക്ട്സ് ആൻഡ് പ്രീസെറ്റ്സിൽ നിന്ന് മോക്ക AE ഇഫക്റ്റ് വീഡിയോയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ആൻഡ് ഇവിടെ എഫക്ട് കൺട്രോൾസിൽ മോക്ക AE എഫക്റ്റ് വന്നിട്ടുണ്ട്. ആൻഡ് ഈ എഫക്റ്റ് ആക്ച്വലി മോക്ക പ്രോയും ആഫ്റ്റർ എഫക്ട്സും തമ്മിലൊരു ബ്രിഡ്ജ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. നമുക്ക് ആഫ്റ്റർ എഫക്ട്സിൽ നിന്ന് മോക്കയിലേക്ക് പോകാനും അതേപോലെ മോക്കയിലുള്ള ട്രാക്കിംഗ് ഡാറ്റ ആഫ്റ്റർ എഫക്ട്സിലേക്ക് കൊണ്ടുവരാനും ഈ എഫക്റ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഇനി മോക്ക സോഫ്റ്റ്വെയർ ലോഞ്ച് ചെയ്യാൻ വേണ്ടി ഇവിടെ ലോഞ്ച് മോക്ക AE ഉണ്ട്. ഇവിടെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ആൻഡ് ഇതാണ് മോക്കയുടെ ഇൻ്റർഫേസ്. ഞാൻ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് ടൂൾസിനെ കുറിച്ചും ഇൻ്റർഫേസിനെ കുറിച്ചും പറയുന്നില്ല, ബിക്കോസ് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നിങ്ങൾക്ക് മോക്ക പ്രോയുടെ സീരീസ് ആയിട്ടുള്ള വീഡിയോസ് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോയിൽ നമുക്ക് ട്രാക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ. ആദ്യം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള വർക്ക് സ്പേസ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ വർക്ക് സ്പേസിൽ വരുവാണെങ്കിൽ ഡിഫറൻറ്റ് വർക്ക് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ എസെൻഷ്യൽസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് റൈറ്റ് സൈഡിൽ നമ്മുടെ വീഡിയോ കാണാം. താഴെ നമുക്ക് വീഡിയോ പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം, പോസ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. ഓൾസോ ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് പോകാനുള്ള ഓപ്ഷൻസ് കാണാം. പിന്നീട് നമുക്ക് ഇവിടെ ട്രാക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും ലേയേഴ്സും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ വർക്ക് സ്പേസ് എടുത്തിട്ട് ക്ലാസിക്ക് കൊടുക്കുവാണെങ്കിൽ അത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്, പക്ഷേ വേറെ രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. കുറച്ച് സെറ്റിംഗ്സ് മാറ്റമുണ്ട്. ഓക്കെ, എനിവേസ് ഞാൻ ഇവിടെ എസെൻഷ്യൽസ് സെലക്ട് ചെയ്യുവാണ്. ഇനി നമുക്ക് വീഡിയോ ട്രാക്ക് ചെയ്തെടുക്കാം. ആൻഡ് ട്രാക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ മോക്ക ഒരു പ്ലാനർ ട്രാക്കറാണ്. നമ്മളൊരു ഏരിയ ആണ് ട്രാക്ക് ചെയ്യുന്നത്. സോ നമുക്ക് ട്രാക്ക് ചെയ്യേണ്ട ഏരിയ നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത് കൊടുക്കണം. ആൻഡ് ട്രാക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷോർട്ട് കട്ട്സ് ഉണ്ട്, Z കീയും X കീയും. Z പ്രസ് ചെയ്ത് പിടിക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ വീഡിയോ സൂം ചെയ്യാൻ വേണ്ടി പറ്റും. Z പ്രസ് ചെയ്ത് പിടിക്കുക, എന്നിട്ട് ലെഫ്റ്റ് ക്ലിക്ക് ലെഫ്റ്റ് ക്ലിക്ക് സെലക്ട് ചെയ്തിട്ട് മുകളിലേക്കും താഴേക്കും ഡ്രാഗ് ചെയ്താൽ മതി. Z ഹോൾഡ് ചെയ്യുക ആൻഡ് ലെഫ്റ്റ് ക്ലിക്ക് സെലക്ട് ചെയ്തിട്ട് മുകളിലേക്കും താഴേക്കും ഡ്രാഗ് ചെയ്താൽ മതി. ആൻഡ് ഓൾസോ നിങ്ങൾ X കീ ഹോൾഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡ് ടൂൾ കാണാം. ഇത് യൂസ് ചെയ്ത് നമുക്ക് വീഡിയോ ഇങ്ങനെ മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് എനിക്ക് ഈ വീഡിയോയിൽ ഈ കാർഡ്ബോർഡ് ബോക്സിന്റെ ഫ്രണ്ട് പോർഷനിൽ ഒരു ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കണം. സോ എനിക്ക് ഈ കാർഡ്ബോർഡ് ബോക്സിന്റെ ഈ ഏരിയ ആണ് ട്രാക്ക് ചെയ്യേണ്ടത്. സോ ഞാൻ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് എക്സ്പ്ലെയിൻ ടൂൾ ആണ്. അത് ഞാൻ സെലക്ട് ചെയ്യുവാണ്. നമ്മുടെ ആഫ്റ്റർ എഫക്ട്സിലും ഫോട്ടോഷോപ്പിലൊക്കെയുള്ള പെൻ ടൂൾ പോലാണ്. ഇത് യൂസ് ചെയ്ത് നമുക്ക് വേണ്ട ഏരിയ മാസ്ക് ചെയ്തെടുക്കുക അല്ലെങ്കിൽ സെലക്ട് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ Z ഹോൾഡ് ചെയ്തിട്ട് സൂം ചെയ്യുവാണ്. ഇനി നമുക്ക് എക്സ്പ്ലെയിൻ ടൂൾ എടുക്കാം. ദെൻ നമുക്ക് വേണ്ട ഏരിയ ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി സെലക്ഷൻ ക്ലോസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ റൈറ്റ് ക്ലിക്ക് പ്രസ് ചെയ്താൽ മതി, സെലക്ഷൻ ക്ലോസ് ആയിക്കോളും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ എഡ്ജസ് സ്മൂത്ത് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ കേർവ് ആക്കണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു ബ്ലൂ ഹാൻഡിൽ കാണാം. അത് യൂസ് ചെയ്തിട്ട് അകത്തോട്ട് മാറ്റിയാൽ മതി, കേർവ് ആവും. ആൻഡ് പുറത്തോട്ട് മാറ്റുവാണെങ്കിൽ സ്ട്രെയിറ്റൻ ആവും. ആൻഡ് ഇതുപോലെ നിങ്ങൾക്ക് എല്ലാ സൈഡും സ്മൂത്ത് ചെയ്യണമെങ്കിൽ Ctrl+A പ്രസ് ചെയ്യുക. സോ എല്ലാ പോയിന്റ്സും സെലക്ട് ആവും. ഇനി നിങ്ങൾക്ക് ഈ ബ്ലൂ ലൈൻ യൂസ് ചെയ്തിട്ട് കേർവ് ആക്കാനും സ്ട്രെയിറ്റ് ആക്കാനും പറ്റും. ഓക്കെ, എനിക്കിവിടെ കേർവ് ആക്കേണ്ട ആവശ്യമില്ല. സോ ഞാൻ ഇവിടെ എല്ലാ സൈഡ്സും സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കുവാണ്. ആൻഡ് ഇനി നമുക്ക് ഈ ഏരിയ ട്രാക്ക് ചെയ്യണം. ആൻഡ് അതിന് മുമ്പ് നമ്മളിവിടെ ലെയർ ടാബിൽ നോക്കുവാണെങ്കിൽ ഇവിടെ പുതിയ ലെയർ വന്നിരിക്കുന്നതാണ്. ഇതുപോലെ നമുക്ക് എത്ര ലെയേഴ്സ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഈ വീഡിയോയിൽ ഹെഡ് ട്രാക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ടൂൾ എടുക്കുവാണ്, എന്നിട്ട് ഹെഡ് മാത്രം ഇതുപോലെ സെലക്ട് ചെയ്തെടുക്കുവാണ്. ആൻഡ് ഇവിടെ പുതിയൊരു ട്രാക്ക് വന്നിരിക്കുന്നതാണ്. ഇതുപോലെ നമുക്ക് എത്ര ട്രാക്സ് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ആൻഡ് ഞാൻ ഈ ഏരിയ ട്രാക്ക് ചെയ്യുമ്പോൾ ഈ ഏരിയയുടെ മുകളിൽ കൂടെ വേറെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് പാസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ട്രാക്ക് തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. സോ ആ ടൈമിൽ നമ്മൾ പാസ് ചെയ്യുന്ന സബ്ജക്റ്റ് ആദ്യം ട്രാക്ക് ചെയ്യണം, എന്നിട്ട് ഈ ട്രാക്കിൽ നിന്ന്
നമുക്ക് ആ പാസ് ചെയ്ത സബ്ജക്റ്റിന്റെ ട്രാക്ക് മൈനസ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്നിട്ട് നമ്മൾ ട്രാക്ക് ചെയ്യുവാണെങ്കിൽ നമുക്കിവിടെ ഇതിന് ഫ്രണ്ടിൽ കൂടെ എന്ത് സബ്ജക്റ്റ് പാസ് ചെയ്താലും അതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഈസി ആയിട്ട് നമുക്ക് ട്രാക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. സോ ഇങ്ങനെ ഇൻഡെപ്ത് ആയിട്ടുള്ള വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി, നമ്മൾ ഡെഫിനറ്റ്ലി ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഈ ലെയറിന്റെ ആവശ്യമില്ല. സോ ഞാൻ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യുവാണ്. ഞാൻ ജസ്റ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി കാണിച്ചതാണ്. ഇനി നമുക്ക് ഈ ലെയർ 3 സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. നമുക്ക് ഇതൊന്ന് റീനെയിം ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ബോക്സ് സർഫസ് എന്ന് പറഞ്ഞു കൊടുക്കുവാണ്. അതിന്റെ അടുത്തായിട്ട് ഇവിടെ ട്രാക്ക് മോഷൻ ഓപ്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ട്രാൻസ്ഫോം, സ്കെയിൽ, റൊട്ടേഷൻ, സ്ക്യൂ, പെർസ്പെക്റ്റീവ് എല്ലാം കൊടുത്തിട്ടുണ്ട്. സോ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിലുണ്ടെങ്കിൽ എല്ലാം ഇനേബിൾ ചെയ്ത് കൊടുക്കാം. ട്രാൻസ്ഫോർമേഷൻ ലൈക്ക് മൂവ്മെന്റ് ഉണ്ടെങ്കിൽ, സ്കെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ, റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, സ്ക്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ, പെർസ്പെക്റ്റീവ് ചേഞ്ച് ഉണ്ടെങ്കിൽ എല്ലാം നമുക്ക് ഇനേബിൾ ചെയ്ത് കൊടുക്കാം. ദെൻ നമുക്ക് ഇവിടെ ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിപ്പോൾ ഫസ്റ്റ് ഫ്രെയിമിലാണ് ഇരിക്കുന്നത്. സോ എനിക്ക് ഇവിടുന്ന് മുമ്പോട്ടാണ് ട്രാക്ക് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് പുറകോട്ട് ട്രാക്ക് ചെയ്യണമെങ്കിൽ പുറകോട്ട് ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഇവിടെ മുമ്പോട്ട് ട്രാക്ക് ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുവാണ്. ആൻഡ് ട്രാക്കിംഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒത്തിരി ടൈമോ കാര്യങ്ങളൊന്നും എടുക്കത്തില്ല, പെട്ടെന്ന് നമുക്ക് ട്രാക്ക് ചെയ്ത് കിട്ടും. ആൻഡ് നമുക്ക് നോക്കാം എവിടെയെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടോയെന്ന്. ആൻഡ് എവിടെയെങ്കിലും ട്രാക്ക് തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് പോസ് ചെയ്യുക, ചേഞ്ചസ് വരുത്തി കൊടുക്കുക, ദെൻ അവിടുന്ന് മുമ്പോട്ട് ട്രാക്ക് ചെയ്യുക. ആൻഡ് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ട്രാക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ബ്ലൂ ലൈൻ വന്നിട്ടുണ്ട്, ദാറ്റ് മീൻസ് വീഡിയോ ട്രാക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം ട്രാക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോയെന്ന്. ഒരു മിസ്റ്റേക്കും ഇല്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ വീഡിയോ ട്രാക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ എനിക്ക് ഈ ബോക്സിൽ ഒരു ഇമേജ് ആണ് ആഡ് ചെയ്യേണ്ടത്. എനിക്ക് ഫുൾ ബോക്സിൽ ഇമേജ് ആഡ് ചെയ്യേണ്ട, ഈ ബോക്സിൽ മാത്രം, ഈ ഒരു ഏരിയയിൽ മാത്രം ഇമേജ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. സോ നമുക്ക് ഈ ഏരിയ ബേസ് ചെയ്തിട്ട് മാത്രം കോർണർ പിൻ ഡാറ്റ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളാണ് സർഫസ് പ്ലെയിൻ ടൂൾ. അത് ഞാൻ സെലക്ട് ചെയ്യുവാണ്. സോ നമുക്ക് ഇവിടെ ഒരു ബ്ലൂ ബോക്സ് വന്നിട്ടുണ്ട്. ഞാൻ ഇന്ന് കുറച്ച് സൂം ചെയ്യുവാണ്. എന്നിട്ട് നമുക്ക് വേണ്ട ഏരിയയിൽ മാത്രം ഈ ബ്ലൂ ബോക്സ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. ആൻഡ് ഇനി നമ്മൾ ട്രാക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ബിക്കോസ് നമ്മൾ ഓൾറെഡി ട്രാക്ക് ചെയ്തതാണ്. നമുക്ക് വേണ്ട ഏരിയ മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തതേ ഉള്ളൂ. ഇനി നമുക്ക് ഇതൊന്നുകൂടെ ഒന്ന് റീചെക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ ലെയർ പ്രോപ്പർട്ടീസ് ഓപ്ഷൻ കാണാം, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇവിടെ ഇൻസേർട്ട് ക്ലിപ്പ് ഓപ്ഷൻ ഉണ്ട്, അത് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഇവിടുന്ന് ഒരു ഗ്രിഡ് സെലക്ട് ചെയ്ത് കൊടുക്കുവാണ്. ആൻഡ് ഗ്രിഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം, കറക്റ്റ് ആയിട്ട് അത് സ്റ്റിക്ക് ചെയ്തിരിക്കുന്നുണ്ടോ അതോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കാം. ഇവിടെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, കറക്റ്റ് ആയിട്ട് സ്റ്റിക്ക് ചെയ്തിരിപ്പുണ്ട്. ഇനി നമുക്ക് ഈ ട്രാക്ക് ചെയ്ത ഡാറ്റ നമുക്ക് ആഫ്റ്റർ എഫക്ട്സിലേക്ക് കൊണ്ടുവരണം. സോ ഫസ്റ്റ് ഞാൻ ഇവിടെ ഗ്രിഡ് ഓഫ് ചെയ്യുവാണ്. ഇനി നമുക്ക് ഇത് സേവ് ചെയ്യണം. Ctrl+S ആണ് ഷോർട്ട് കട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഐക്കൺ യൂസ് ചെയ്യാം. ഇനി നമുക്ക് മോക്കയുടെ ആവശ്യമില്ല. സോ ഞാൻ ഇവിടെ മോക്ക AE ക്ലോസ് ചെയ്യുവാണ്. നമ്മൾ തിരിച്ച് ആഫ്റ്റർ എഫക്ട്സിലേക്ക് വന്നിട്ടുണ്ട്. ഇനി എനിക്ക് ഇവിടെ ഒരു ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കണം. സോ ഞാൻ ഇവിടെ പ്രൊജക്റ്റിലേക്ക് പോയിട്ട് ഒരു ഇമേജ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് ടൈം ലൈനിലേക്ക് കൊണ്ടിടുവാണ്. ആൻഡ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഇമേജ് നമ്മുടെ വീഡിയോയുടെ സെയിം റെസൊല്യൂഷൻ തന്നെയാണ്, 1920x1080. ആൻഡ് സെയിം റെസൊല്യൂഷൻ യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഇതിനും സ്ക്യൂ ആയി പോകാനും സ്ട്രെച്ച് ആയി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. സോ ആ കാര്യം കൊണ്ടൊന്ന് ശ്രദ്ധിക്കുക. ആൻഡ് ഇനി നമുക്ക് എഫക്ട് കൺട്രോൾസ് ഓപ്പൺ ചെയ്യാം. ദെൻ വീഡിയോ സെലക്ട് ചെയ്യാം. ഇവിടെ മോക്ക വന്നിട്ടുണ്ട്. ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്, എല്ലാത്തിനെ കുറിച്ച് നമുക്ക് പറയാം. ഞാൻ ഇവിടെ ട്രാക്കിംഗ് ഡാറ്റ ഓപ്പൺ ചെയ്യുവാണ്. എന്നിട്ട് ക്രിയേറ്റ് ട്രാക്ക് ഡാറ്റ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് ഏത് ലെയർ ആണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. സോ ഞാൻ സെലക്ട് ചെയ്തിട്ട് ഓക്കെ പ്രസ് ചെയ്യുവാണ്. ഇനി നമുക്ക് എക്സ്പോർട്ട് ഓപ്ഷൻ കോർണർ പിൻ ആണ് വേണ്ടത്. വേറെ 2 ഓപ്ഷൻസ് ഉണ്ട്, അതിനെപ്പറ്റി ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറയാം. ഞാൻ ഇവിടെ കോർണർ പിൻ സെലക്ട് ചെയ്യുവാണ്. ദെൻ ഇവിടെ ഏത് ലെയറിലേക്ക് എക്സ്പോർട്ട് ചെയ്യണമെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഇമേജ് ലെയർ സെലക്ട് ചെയ്ത് കൊടുക്കുവാണ്, പാറ്റേൺ. ദെൻ നമുക്ക് അപ്ലൈ എക്സ്പോർട്ട് കൊടുക്കാം. ആൻഡ് ഡാറ്റ ഇമേജിലേക്ക് വന്നിട്ടുണ്ട്. ആൻഡ് കറക്റ്റ് ആയിട്ട് ഇമേജ് നമ്മൾ കൊടുത്ത് സ്റ്റിക്ക് ചെയ്തിരിപ്പുണ്ട്. നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. സോ ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് മോക്ക യൂസ് ചെയ്ത് ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ചേഞ്ചസ് നിങ്ങളുടെ ട്രാക്കിംഗ് ഡാറ്റയിൽ വരുത്തണമെങ്കിൽ അല്ലെങ്കിൽ പുതിയ ട്രാക്ക് ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് വീഡിയോ സെലക്ട് ചെയ്യുക. ദെൻ ലോഞ്ച് മോക്ക AE സെലക്ട് ചെയ്ത് കൊടുക്കുക. ആൻഡ് ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം, മോക്ക ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ റെസൊല്യൂഷൻ ഫുള്ളായി കൊടുക്കുക, എന്നാലേ മോക്ക കറക്റ്റായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. എന്നിട്ട് നമുക്ക് ലോഞ്ച് മോക്ക സെലക്ട് ചെയ്ത് കൊടുക്കാം. ആൻഡ് മോക്ക ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് മുമ്പ് ചെയ്ത പോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ ഇവിടെ വരുത്താം. എന്നിട്ട് Ctrl+S അടിച്ച് കൊടുത്ത് സേവ് ചെയ്യുക. എന്നിട്ട് മോക്ക ക്ലോസ് ചെയ്യുക. ആൻഡ് ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ അപ്ഡേറ്റ് ആയിക്കോളും. ആൻഡ് ഇനി നമുക്ക് ഇമേജിൽ മോഷൻ ബ്ലർ ക്രിയേറ്റ് ചെയ്യണം. ആൻഡ് മോഷൻ ബ്ലർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ലെയറിലേക്ക് CC ഫോഴ്സ് മോഷൻ ബ്ലർ ഇഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ഇമേജിൽ ഒരു മോഷൻ ബ്ലർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ഇവിടെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, ബിക്കോസ് നമ്മൾ ഓൾറെഡി മോക്കയിൽ ട്രാക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് അത് യൂസ് ചെയ്ത് നമുക്ക് പൊസിഷൻ, സ്കെയിൽ ആൻഡ് റൊട്ടേഷൻ ഡാറ്റ എടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ നമുക്ക് ആഫ്റ്റർ എഫക്ട്സ് യൂസ് ചെയ്ത് ഈസി ആയിട്ട് മോഷൻ ബ്ലർ ആഡ് ചെയ്യാം. ആൻഡ് അതിനുവേണ്ടി ഞാൻ ഈ ഇമേജ് ലെയർ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുവാണ്. ആൻഡ് താഴത്തെ ലെയർ നമുക്കൊന്ന് ഹൈഡ് ചെയ്ത് വെക്കാം. ഇനി ഞാൻ ഈ ലെയർ ഒന്ന് റീനെയിം ചെയ്ത് കൊടുക്കുവാണ്, പാറ്റേൺ 2 എന്നും എല്ലാം കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ലെയറിൽ മോഷൻ ബ്ലർ ക്രിയേറ്റ് ചെയ്യണം. സോ ഞാൻ ഇവിടെ ലെയർ സെലക്ട് ചെയ്യുവാണ്. ആൻഡ് കോർണർ പിൻ ഡാറ്റ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയുവാണ്. ഇനി നമുക്ക് വീഡിയോ സെലക്ട് ചെയ്യാം. ആൻഡ് ഇവിടെ നമുക്ക് ട്രാക്കിംഗ് ഡാറ്റ ഓപ്പൺ ചെയ്യാം. ഇവിടെ ക്രിയേറ്റ് ട്രാക്ക് ഡാറ്റ സെലക്ട് ചെയ്യാം. ആൻഡ് നമുക്ക് വേണ്ട ലെയർ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നതെന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്യാം. ഇനി നമ്മളിവിടെ എക്സ്പോർട്ട് ഓപ്ഷൻ കുറച്ച് മുമ്പ് കോർണർ പിൻ ആണ് കൊടുത്തത്. ആൻഡ് കോർണർ പിൻ കൊടുക്കുമ്പോൾ നമുക്ക് കോർണർ പിൻ ഇഫക്റ്റ് മാത്രമേ കിട്ടത്തുള്ളൂ, മോഷൻ ബ്ലർ കിട്ടത്തില്ല. ആൻഡ് മോഷൻ ബ്ലർ കിട്ടാൻ വേണ്ടി കോർണർ പിൻ സപ്പോർട്ട് മോഷൻ ബ്ലർ സെലക്ട് ചെയ്ത് കൊടുക്കാം. ആൻഡ് നമുക്ക് വേണ്ട ലെയർ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ പാറ്റേൺ 2 സെലക്ട് ചെയ്യുവാണ്. എന്നിട്ട് അപ്ലൈ എക്സ്പോർട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഈ ലെയർ സെലക്ട് ചെയ്തിട്ട് U പ്രസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കീ ഫ്രെയിംസ് എല്ലാം കാണാം. ആൻഡ് ഇവിടെ നോക്കുവാണെങ്കിൽ മനസ്സിലാവും ഇവിടെ പൊസിഷൻ, സ്കെയിൽ ആൻഡ് റൊട്ടേഷൻ പ്രോപ്പർട്ടിയും കൂടെ ആഡ് ആയിട്ടുണ്ട്. ആൻഡ് നമ്മൾ കുറച്ച് മുമ്പ് ക്രിയേറ്റ് ചെയ്ത കോർണർ പിൻ നോക്കുവാണെങ്കിൽ മനസ്സിലാവും. ആ ലെയർ ഞാൻ ഓപ്പൺ ചെയ്യുവാണ്. ഇവിടെ കോർണർ പിൻ ഡാറ്റ മാത്രമേ വന്നിട്ടുള്ളൂ, പൊസിഷൻ, സ്കെയിൽ ആൻഡ് റൊട്ടേഷൻ വന്നിട്ടില്ല. ഇനി നമുക്ക് മോഷൻ ബ്ലർ ആഡ് ചെയ്യാൻ വേണ്ടി സിമ്പിൾ ആണ്. ജസ്റ്റ് ലെയറിന്റെ നേരെയുള്ള മോഷൻ ബ്ലർ ഐക്കൺ ഒന്ന് ഓൺ ആയി കൊടുക്കുക. ഓട്ടോമാറ്റിക് ആയിട്ട് വീഡിയോയിൽ മോഷൻ ബ്ലർ വന്നോളും. നമുക്കൊന്ന് നോക്കാം. ഞാൻ ഒന്ന് സൂം ചെയ്യുവാണ്. ഇനി നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ മനസ്സിലാവും. ഇതുകൊണ്ട് മോഷൻ ബ്ലർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്.
ദിസ് ഈസ് ബിഫോർ ആൻഡ് ദിസ് ഈസ് ആഫ്റ്റർ, ബിഫോർ ആഫ്റ്റർ. സോ ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് മോഷൻ ബ്ലർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി നമ്മൾ വീഡിയോ സെലക്ട് ചെയ്തിട്ട് ഇഫക്റ്റ് കൺട്രോൾസിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ട്രാൻസ്ഫോം ഓപ്ഷൻ കാണാം. ഓക്കെ, ഞാൻ ഇവിടെ പുതിയൊരു നള്ള് ക്രിയേറ്റ് ചെയ്യുകയാണ്, Ctrl+Alt+Y. നിങ്ങൾ 2D ട്രാക്കിങ്ങിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ മനസ്സിലാവും. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, വീഡിയോയുടെ കാർഡ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഓക്കെ, നള്ള് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വീഡിയോ സെലക്ട് ചെയ്യാം. ആൻഡ് ഇവിടെ എക്സ്പോർട്ട് ഓപ്ഷൻ ഞാൻ ഇവിടെ ട്രാൻസ്ഫോം സെലക്ട് ചെയ്യുവാണ്. ആൻഡ് ഇവിടെ നമുക്ക് എക്സ്പോർട്ട് ലെയർ 2 നള്ള് സെലക്ട് ചെയ്ത് കൊടുക്കാം. ആൻഡ് അപ്ലൈ എക്സ്പോർട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ നള്ള് സെലക്ട് ചെയ്തിട്ട് യു പ്രസ് ചെയ്യുവാണെങ്കിൽ ഇവിടെ പൊസിഷൻ, സ്കെയിൽ ആൻഡ് റൊട്ടേഷൻ പ്രോപ്പർട്ടി വന്നിട്ടുണ്ട്. ഇനി ഞാൻ പുതിയൊരു ടെക്സ്റ്റ് ലെയർ ക്രിയേറ്റ് ചെയ്യുവാണ്. നിങ്ങൾക്ക് ടെക്സ്റ്റോ ഇമേജോ ലോഗോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. എന്നിട്ട് എന്തെങ്കിലും ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ടെക്സ്റ്റ് ലെയർ നള്ളിലേക്ക് പേരൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ വീഡിയോ പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ ടെക്സ്റ്റ് കറക്റ്റായിട്ട് ട്രാക്ക് ആയിരിക്കുന്നത് കാണാം. സോ നമുക്ക് മോക്ക യൂസ് ചെയ്ത് കോർണർ പിൻ ഡാറ്റ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, മോഷൻ ബ്ലർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, ആൻഡ് ട്രാൻസ്ഫോം ഡാറ്റ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്നിട്ട് നമുക്കത് നള്ളിലേക്ക് അപ്ലൈ ചെയ്യുവാണെങ്കിൽ ലോഗോയോ ടെക്സ്റ്റോ എന്ത് വേണമെങ്കിലും നമുക്ക് ട്രാക്ക് ചെയ്തെടുക്കാൻ വേണ്ടി കഴിയും. ഓക്കെ, അതിൻ്റെ അടുത്തായിട്ട് ഇവിടെ മാറ്റ് ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ട്രാക്ക് ചെയ്ത ഏരിയ ബേസ് ചെയ്ത് നമുക്ക് മാറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് അതിനുവേണ്ടി ഞാൻ ഇവിടെ വ്യൂ മാറ്റി ഇനേബിൾ ചെയ്ത് കൊടുക്കുവാണ്. ആൻഡ് ഇവിടെ മാറ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് ഏതൊക്കെ ലെയേഴ്സ് വേണം അത് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഇവിടെ വിസിബിൾ ലെയേഴ്സ് സെലക്ട് ചെയ്യുവാണ്. ഒരു ലെയറേ ഉള്ളൂ, നമുക്ക് വേണ്ട ലെയറെല്ലാം ഇനേബിൾ ചെയ്തിടുക, ബാക്കിയെല്ലാം ഹൈഡ് ചെയ്തിടുക. ഓക്കെ, ഇവിടെ ഒരു ലെയറേ ഉള്ളൂ. സോ ഞാൻ ഇവിടെ ഓക്കെ പ്രസ് ചെയ്യുവാണ്. ആൻഡ് ഇവിടെ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ലെയേഴ്സ് മാത്രം കാണിച്ചാൽ മതിയോ അതോ എല്ലാ ലെയേഴ്സും കാണിക്കണോ, ആ ഓപ്ഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഫെദർ ചെയ്യണമെങ്കിൽ ഫെദർ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇൻവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ നമുക്ക് AE മാസ്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യുവാണ്. ആൻഡ് ഇവിടെ ഒരു മാസ്ക് ക്രിയേറ്റ് ആയിരിക്കുന്നത് കാണാം. ഇനി ഞാൻ ഇവിടെ മാസ്ക് കോപ്പി ചെയ്യുവാണ്, Ctrl+C. എന്നിട്ട് ഞാൻ ഇവിടെ വ്യൂ മാറ്റി ഡിസേബിൾ ചെയ്ത് കൊടുക്കുവാണ്. ഇനി നമുക്ക് പുതിയൊരു അഡ്ജസ്റ്റ്മെന്റ് ലെയർ ക്രിയേറ്റ് ചെയ്യാം, Ctrl+Alt+Y. ആൻഡ് ഞാൻ വീഡിയോയിൽ നിന്ന് മാസ്ക് ഡിലീറ്റ് ചെയ്ത് കളയുവാണ്. ഓക്കെ, ഇനി ഞാൻ അഡ്ജസ്റ്റ്മെന്റ് ലെയർ സെലക്ട് ചെയ്തിട്ട് ഫസ്റ്റ് ഫ്രെയിമിലേക്ക് വരുവാണ്. ഇനി നമുക്ക് ഈ മാസ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാം, Ctrl+V. ആൻഡ് ഞാൻ ഇവിടെ വീഡിയോ മൂവ് ചെയ്യുവാണ്. കറക്റ്റായിട്ട് മാസ്ക് ട്രാക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് വേണമെങ്കിലും ഈ അഡ്ജസ്റ്റ്മെന്റ് ലെയറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സോ ഈ മാസ്ക് ഉള്ള ഏരിയയിൽ മാത്രമേ അപ്ലൈ ആകത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ ഞാൻ ഇതിലേക്ക് ഒരു ഹ്യൂ സാച്ചുറേഷൻ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. എന്നിട്ട് ഇവിടെ കളറൈസ് ഇനേബിൾ ചെയ്ത് കൊടുക്കുവാണ്. ഇനി നമുക്ക് കളർ ഒന്ന് മാറ്റി കൊടുക്കാം. ആൻഡ് ഇവിടെ നമുക്ക് കാണാം നമ്മൾ ആ മാസ്ക് ചെയ്ത ഏരിയയിൽ മാത്രമേ ഇഫക്റ്റ് അപ്ലൈ ആയിട്ടുള്ളൂ. സോ ഇങ്ങനെ നമുക്ക് മോക്കയിൽ നിന്ന് മാറ്റ് ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് അത് യൂസ് ചെയ്ത് നമുക്ക് മാസ്ക് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് വേണ്ട പോർഷനിൽ മാത്രം ഇഫക്ട്സ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. സോ മോക്ക യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് വീഡിയോ ട്രാക്ക് ചെയ്യാം, ഈ കാര്യം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. ആൻഡ് ട്രാക്കിംഗ് മാത്രമല്ല ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മോക്ക യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. ആൻഡ് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി. ആൻഡ് ഇതുപോലെ ആഫ്റ്റർ എഫക്ട്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് 3D ക്യാമറ. ആൻഡ് ക്യാമറയെ കുറിച്ച് നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ലെങ്കിൽ റൈറ്റ് സൈഡിൽ വന്നിരിക്കുന്ന വീഡിയോ കണ്ടാൽ മതി. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് 3D ലെയറിനെ കുറിച്ച് ഒന്നും അറിയത്തില്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ വന്നിരിക്കുന്ന വീഡിയോ കണ്ടാൽ മതി. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ആൻഡ് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.